നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒറ്റപ്പദത്തിലെ രണ്ടാമത്തെ പാർട്ടാണ്. മനസ്സിനെ സംബന്ധിച്ചത് മാനസികം, മനസ്സിൽ ഒതുക്കി വയ്ക്കുന്നത് അന്തരംഗം അല്ലെങ്കിൽ രഹസ്യം, ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഹൃദിസ്ഥം, സ്ത്രീയുടെ ഭാവം സ്ത്രീത്വം ഓർ സ്ത്രൈണത, സ്വന്തം കാര്യത്തിൽ മാത്രം താല്പര്യമുണ്ടായിരിക്കുക സ്വാർത്ഥം, ശ്രവിക്കാൻ യോഗ്യമായത് ശ്രാവ്യം, വ്യക്തിപരമായത് വൈയക്തികം, വിദേശത്തെ സംബന്ധിക്കുന്നത് വൈദേശികം, മിതവും സാരവുമായി സംസാരിക്കുന്നവൻ വാഗ്മി, മാറ്റം ആഗ്രഹിക്കാത്തവൻ യാഥാസ്ഥിതികൻ, മറ്റൊരാളുടെ ഉയർച്ച ആഗ്രഹിക്കുന്നയാൾ അഭ്യുദയകാംക്ഷി, മറച്ചുവെക്കേണ്ടത് ഗോപ്യം, മഹത്തായ ചരിത്രം മഹച്ചരിത്രം, മരണം അടുത്തെത്തിയവൻ ആസന്ന മരണൻ, ഭൂമിയിലുള്ളത് ഭൗമം, ഭാരതത്തെ സംബന്ധിച്ചത് ഭാരതീയം, ബാഹ്യപ്രവൃത്തി കൊണ്ട് മറ്റൊന്നാണ് തോന്നിക്കുന്നത് ആഭാസം, ഫലമില്ലാത്തത് നിഷ്ഫലം, പോഷകമടങ്ങിയത് പോഷണം, പൈ വിശപ്പും ദാഹവും പൈദാഹം, പ്രദേശത്തെ സംബന്ധിക്കുന്നത് പ്രാദേശികം, പൂർവദേശത്തുള്ളവർ പൗരസ്ത്യർ, പൂർവികരെ സംബന്ധിച്ചത് പൂർവീകം, ജനനം മുതൽ മരണം വരെ ആജീവനാന്തം, ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള ദുഃഖം പശ്ചാത്താപം, ചെയ്യാനുള്ള ആഗ്രഹം ചികിത്സ, എളുപ്പം ഗ്രഹിക്കാവുന്ന അവസ്ഥ സുഗ്രഹത, ഗ്രഹിക്കാൻ പ്രയാസമുള്ളത് ദുർഗ്രഹം, ഗ്രഹിക്കുന്നവൻ ഗ്രാഹകൻ, കൊടുക്കൽ വാങ്ങൽ ക്രയവിക്രയം ഓർ ആദാനപ്രദാനം, തല നഷ്ടപ്പെട്ട ഉടൽ കബദ്ധം, കാലം തോറുമുള്ളത് ആനുകാലികം, ഉപേക്ഷിക്കാവുന്നത് ഉപേക്ഷണീയം, ഉള്ളിൽ അലിഞ്ഞു ചേർന്നത് അന്തർലീനം, ഋഷിയെ സംബന്ധിച്ചത് ആർഷം, ആദ്യമായി കണ്ടുപിടിച്ചയാൾ ഉപജ്ഞാതാവ്, എല്ലാ ലൗകിക ബന്ധങ്ങളും ഉപേക്ഷിച്ചവൻ അല്ലെങ്കിൽ സന്യാസിക്ക് പറയുന്ന ഒറ്റവാക്ക് അവധൂതൻ, ഏകസ്വരത്തിൽ ഐകകണ്ഠേന, ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ചു നിലകൊള്ളുന്നത് ആധേയം, ഏർപ്പെട്ടിരിക്കുന്ന ആൾ വ്യാപൃതൻ, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ അഗ്രഗണ്യൻ, ഒന്നും വിളയാത്തത് ഊഷരം, അധികം വിളയുന്നത് ഉർവരം, ഒരു സാധനം കൊടുത്തു വാങ്ങിയ മറ്റൊരു സാധനം അപമിത്യകം, ഒരു കാലത്തുള്ളത് സമകാലികം, ഒരേ സമയത്ത് സംഭവിക്കുന്നത് ഏകകാലികം, ഓർക്കാപ്പുറത്തുള്ളത് അവിചാരിതം, കടൽ മുതൽ ഹിമാലയം വരെ ആസേതു ഹിമാചലം, കലയിലും വെള്ളത്തിലും ജീവിക്കുന്നതിനെ ഒറ്റപ്പദം ഉഭയജീവി, കലയെ സംബന്ധിക്കുന്നത് കലാപരം, കവിത എഴുതുന്നയാൾ അല്ലെങ്കിൽ എഴുതുന്നവൾ കവയിത്രി, കവിയുടെ ചിന്തകളെ ഗ്രഹിച്ച് കാവ്യം ആസ്വദിക്കാൻ കഴിവുള്ളവൻ സഹൃദയൻ, കാണാൻ ആഗ്രഹിക്കുന്ന ആൾ ദിദൃക്ഷ്യ, കാൽ മുട്ടോളം കൈക്ക് നീളമുള്ളവൻ ആജാനുബാഹു, കുലത്തെ ത്രാണനം ചെയ്യുന്നവൾ കളത്രം, ഗ്രഹത്തെ സംബന്ധിച്ചത് ഗാർഹികം, എല്ലാ കാലവും ഗ്രഹിക്കുന്നവൻ ചിരഞ്ജീവി, വേണ്ട പോലെ ഗ്രഹിക്കപ്പെട്ട